ഇന്നലത്തെ ആ ഒരു റാങ്കിങ് ടാസ്കിൽ നാങ്ങി പിടിച്ചിരുന്നുവെങ്കിൽ ജിൻഡോയ്ക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കാമായിരുന്നു. പക്ഷെ പുള്ളി അത് ചെയ്യാത്തതിന് പിന്നിൽ വാലിഡ് ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. അതിന് പിന്നിൽ ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. അഭിഷേകിന് വേണ്ടി ഒന്നാം സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നാലും നന്ദനെ അവിടെ ഇരുത്തില്ല എന്നുള്ള തീരുമാനമാണ് അതിലെ ആദ്യത്തെ മൈൻഡ് ഗെയിം. ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് കൂടെ നടന്ന് നന്ദനയുടെ ഗെയിം കളയുന്ന സായിയെയും സിജോയെയും നന്ദനയുടെ മുന്നിൽ തുറന്നു കാണിക്കുക, എക്സ്പോസ്ഡ് ആക്കുക, നന്ദനെ ബോധിപ്പിക്കുക അവര് ചേട്ടന്മാരല്ല, ഗെയിമിന് വേണ്ടി ആരെയും വെട്ടാൻ മടിക്കാത്ത സ്വാർത്ഥരാണെന്നുള്ളൊരു കാര്യം എപ്പിസോഡിൽ പിന്നീട് കാണിക്കുന്നുണ്ട്. നന്ദന പിണങ്ങിയിരിക്കുകയാണ്. കാരണം എന്താണ്? നന്ദനെ ഒന്നാം സ്ഥാനത്ത് നിർത്താൻ അവരുടെ രണ്ടുപേരുടെയും കൈകൾ പൊങ്ങി കണ്ടില്ല നന്ദന. ജിൻഡോ ചേട്ടൻ പറഞ്ഞതാണ് ശരിയെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. ഓവറായിട്ട് അവരെ റിലേ ചെയ്തുള്ള ഗെയിം നന്ദന അവസാനിപ്പിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. പിന്നെയുള്ളത് ജിൻഡോ കളിച്ച ഡിഫൻസ് ഗെയിമാണ്. ജാസ്മിനെ പോലെയോ അല്ലെങ്കിൽ സിജോയെ പോലെയോ സംസാരിച്ച് നിൽക്കാൻ ജിൻഡോയെ കൊണ്ട് പറ്റത്തില്ല. ഈ സംസാരിച്ച് നിൽക്കുന്ന ടാസ്കുകൾ, അതുപോലെ മെമ്മറി ഗെയിം, ഇതൊന്നും ജിൻഡോയെ കൊണ്ട് പറ്റാത്ത പരിപാടികളാണ്. വാക്ചാതുര്യം ഇല്ല. പക്ഷെ രണ്ടാം സ്ഥാനത്ത് എത്തി. അതെങ്ങനെയാണ്? ജാസ്മിൻ 10ാം സ്ഥാനത്തും സിജോ അതുപോലെ വേറെ ഏതോ ഒരു സ്ഥാനത്തും. കാരണം എന്താണ്? സ്വന്തം ഭാഗം മാത്രം സംസാരിച്ചുകൊണ്ട് പുള്ളിയുടെ വായിൽ നിന്ന് വലിയ അബദ്ധങ്ങളോ വെള്ളികളോ ഒന്നും തന്നെ വീണിട്ടില്ല. സ്വന്തം കാര്യം വെടിപ്പായിട്ട് പുള്ളി അവതരിപ്പിച്ചു. നിങ്ങൾ കേട്ടോന്നറിയത്തില്ല, ലാലേട്ടന് മുന്നിൽ അന്ന് അപേക്ഷിച്ച് തിരിച്ചു കയറിയ പിന്നെ തെറിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. വേറെ ആർക്കെതിരെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പോലും ജിൻഡോ അടിച്ചു കണ്ടില്ല. കാരണം എന്താണ്? അത് ജിൻഡോയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിടൊന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ടാസ്കില് ടോപ്പ് 3 വരുന്നവനാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മത്സരിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ മിണ്ടാതെ നോറയുടെയും ജാസ്മിന്റെയും സിജോയുടെയും ഗെയിം കണ്ടുകൊണ്ട് നിന്നത്. പിന്നെ ഇനി പറഞ്ഞ ഈ 3 പേരിലേക്ക് വരികയാണല്ലോ. ഇവര് ജിൻഡോയും പിന്നെ നന്ദനയുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതും ഉള്ളതും ഇല്ലാതും ഒക്കെ പറഞ്ഞാണ് ഇവര് ഗെയിം കളിച്ചതും. ആരാണ്? സിജോയും ജാസ്മിനും അതേപോലെ നോറയും. ജിൻഡോ സ്ത്രീവിരുദ്ധൻ എന്നുള്ള നോറയുടെ ആ ഒരു ആരോപണമൊക്കെ എന്നേ പൊളിഞ്ഞു വീണതാണ്. നോറ എക്സ്പോസ് ആയ കേസാണ് ഇതൊക്കെ. അത് വെച്ചിട്ടാണ് നോറ കളിച്ചത്. പിന്നെ സിജോ പറഞ്ഞു നാറിയ കണ്ടന്റുകൾ എന്നുള്ളൊരു കാര്യം. സിജോയ്ക്ക് അടി കിട്ടിയ ദിവസം പിന്നെ നാറിയ കണ്ടന്റുകളല്ല, പിന്നെ സുഗന്ധം വിടുന്ന കണ്ടന്റുകളായിരുന്നു. അല്ല, ഫ്രഷ് ആയിട്ട് ഗെയിം സമീപിക്കേണ്ടതായിട്ടിരിക്കുന്നു സിജോ ഒക്കെ. ഇപ്പോഴും 14ാമത്തെയോ 16ാമത്തെയോ ദിവസത്തില് ഇങ്ങനെ പെട്ടു നിൽക്കുവാണ് സിജോ ഒക്കെ. പിന്നെ ജാസ്മിൻ നോറയ്ക്കെതിരെയും നന്ദനയ്ക്കെതിരെയും ജിൻഡോയ്ക്കെതിരെയും ഇവൻ റസ്മിനെതിരെ വരെ സംസാരിച്ചു. എല്ലാവർക്കെതിരെയും സംസാരിക്കുന്നത് കണ്ടു കേട്ടോ. സംസാരിച്ചു എന്നല്ലാതെ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. റാങ്കിങ് പ്രേക്ഷകർ കൊടുക്കുന്നതാണ്. ഇത് മത്സരാർത്ഥികളുടെ വിലയിരുത്തൽ മാത്രമാണ് എന്നുള്ളതാണ് അവര് മനസ്സിലാക്കേണ്ടത്. അകത്തുള്ളവരുടെ വിലയിരുത്തലിനും ഒരുപാട് മുകളിലാണ് ജിൻഡോ എന്ന മൈൻഡ് ഗെയിമർ. അല്ലെങ്കിലും പുള്ളിക്ക് സംസാരിച്ച് വലിയ ശീലമൊന്നുമില്ല, പ്രവർത്തിച്ച് കാണിക്കാറാണ് പതിവ്. അത് നമ്മൾ ഈ 70 ദിവസത്തിന് അടുത്ത് കണ്ടിട്ടുള്ളതാണ്. ഈ ടാസ്കില് നന്ദനയ്ക്ക് ടോങ്ങി വെച്ചത് പ്രോപ്പറായിട്ട് ഡെലിവർ ആയിട്ടുണ്ട്. അതാണ് നന്ദന പിണങ്ങിയിരുന്നത്. അഭിനയിക്കാൻ പോവാണെന്ന് നന്ദന പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി ഓർഗാനിക് ആയിട്ട് നിൽക്കത്തില്ല എന്നും അതേപോലെ കുറെ കാര്യങ്ങൾ നന്ദന പറയുന്നുണ്ട് സിജോയുടെ സായോട്. അവരവിടെ പിണങ്ങിയിരുന്നില്ല. നിങ്ങൾ വീണ്ടും എപ്പിസോഡ് എടുത്ത് കണ്ട് അത് മനസ്സിലാക്കും. അത് മൈൻഡ് ഗെയിമിലൂടെയാണ് ജിൻഡോ ചെയ്തത്. ഇനിയും ഇതുപോലെ കുറെ കാര്യങ്ങള് ജിൻഡോ പലർക്കും അവിടെ ഓങ്ങി വെച്ചിട്ടുണ്ട്. ദിവസങ്ങൾ കിടക്കുവാണ് നീണ്ടു നിവർന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.